ഈസ്റ്റ് സോഡാപ്പൊടി ഒന്നുമില്ലാതെ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂ പോലുള്ള പാലപ്പം നമുക്ക് ഇവിടെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ഞാൻ ഒരു തേങ്ങയുടെ വെള്ളമാണ് നിറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ കൊണ്ടാണ് സാധാരണ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 8 മണിക്കൂറെങ്കിലും മിനിമം നമുക്ക് ഫ്രിഡ്ജിനകത്തൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ 8 മണിക്കൂറിന് ശേഷം ഇവിടെ തേങ്ങാവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അരി ഒന്ന് അരച്ചെടുക്കുന്നത്. അരിയെന്ന് പറഞ്ഞാൽ ഞാനൊരു 3 ഗ്ലാസ് അരിയാണ് ഒരു 6 മണിക്കൂറെങ്കിലും, ഒരു മിനിമം 6 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പം ഞാനിവിടെ അരി കുതിർത്തത് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒറ്റ ട്രിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തില്ല, 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് തേങ്ങാവെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. ഒരു തവി ചോറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വെള്ളച്ചോറാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ആ ചോറൂടെ ഇട്ട് ഞാൻ ഇതിലേക്ക് ഈ അരി പകുതി എടുത്തതിന് ശേഷം അതിലേക്ക് ആ ഒരു തവി ചോറൂടെ ഇട്ട് തേങ്ങാ വെള്ളവും കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ബാക്കിയിരുന്ന അരി, ഇത്രയും അരിയാണുള്ളത്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് പച്ചരി വേണേലും എടുക്കാം. റേഷൻ പച്ചരി ആണെങ്കിലും കുഴപ്പമില്ല, നല്ല അരിയാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഇത് വെച്ചും അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പം ഞാൻ പച്ചരി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങ ഞാനിവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ആ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ എന്ന് പറഞ്ഞാൽ നല്ല ഉണക്ക തേങ്ങയല്ല ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് ഇളതായിട്ടുള്ള തേങ്ങയാണ്. ഒത്തിരി ഉണങ്ങിയ തേങ്ങ എടുക്കരുത്, എന്നാൽ അങ്ങ് തീരെ കരിക്കുവാവരുത്. അങ്ങനെയുള്ള തേങ്ങ വേണം എടുക്കാൻ. ഞാൻ ഒരു തേങ്ങ, ഒരു മീഡിയം സൈസ് ഒരു തേങ്ങ ഞാനിവിടെ 3 ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങാ വെള്ളം ഉണ്ടല്ലോ, അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അരച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം കൊണ്ട് തികഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പച്ചവെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് തേങ്ങ ഇതുപോലൊക്കെ എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടും നിങ്ങൾക്ക് അരയ്ക്കാവുന്നതാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് തേങ്ങാപ്പാലൂടെ ഒഴിച്ച് നമുക്ക് കലക്കി വെക്കാവുന്നതുമാണ്. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ആദ്യം അരച്ച് വെച്ചേക്കുന്നതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മളൊരു തവി കൊണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് എടുത്തു വെക്കാം. ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഈ മാവ് അരച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, 5 മണിക്കൂറിനായപ്പോഴേക്കും മാവ് നല്ല പോലെയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് ഇതേപോലെയൊക്കെ തന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫ്രിഡ്ജിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രിയിലൊരു 10 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാവ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഞാനിവിടെ തുറന്നെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇത് നല്ലപോലെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പൂടിട്ട് ഇളക്കാം. അപ്പോൾ മാവോടെ ഞാൻ നല്ലപോലെ ഉപ്പിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ, മധുരം കൂടുതൽ വേണമെങ്കിൽ മധുരം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ ഒരാഴ്ചത്തേക്ക് നമ്മൾ ഈ ഒരു മാവ് ഒരു കുഴപ്പവും ഇല്ലാതെ പുളിച്ച് കയറാതെ കണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളൊരു ടിപ്പൂടെ ഞാനിതിലേക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതാത് ദിവസം കുറേശ്ശെ എടുത്ത് നമ്മൾ എടുത്താൽ മതി. അതെങ്ങനെയാണെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കല്ല് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു തവി മാവ് ഇതുപോലെ കല്ല് ചൂടായതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം. ഇതാ കണ്ടില്ലേ, നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് മൊരിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ മൊരിച്ച് വേണമെങ്കിലും എടുക്കാം. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാവുന്നതാണ്.
അപ്പോൾ ഇതേപോലെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് മാവ് നമ്മൾ കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനിവിടെ അപ്പമെല്ലാം ചുട്ടെടുത്തിട്ട് ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പോലെ ഉള്ള ഒരു അപ്പമാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിനുള്ള മാവെടുത്ത് ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതാ ഇത്രയും മാവാണ് അധികം വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊരു 2 ദിവസത്തേക്കുണ്ട്. സാധാരണ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള മാവ് ഇതുപോലെ നമുക്ക് അരച്ച് വെക്കാവുന്നതാണ്. പക്ഷേ അരച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കഴിഞ്ഞാലും ഈ ഒരു മാവ് പുളിച്ച് പൊങ്ങി നമുക്ക് പിന്നെ കഴിക്കുമ്പോൾ പുളിയായിരിക്കും, ടേസ്റ്റ് ഇല്ലായിരിക്കും. അപ്പോൾ അത് ഒരാഴ്ച വരെ, ഒരു 5-6 ദിവസം വരെ ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ബാലൻസ് മാവുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെ സ്റ്റീൽ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ സ്റ്റീൽ പാത്രത്തിൽ വെക്കരുത്. സ്റ്റീൽ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും തോറും അത് പുളിച്ച് കയറി ആ മാവിനൊരു ടേസ്റ്റ് ഇല്ലാതെയും പുളിയായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും തോന്നില്ല. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കുക. പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തതിന് ശേഷം ഇതേപോലെ മാവ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പ്ലാസ്റ്റിക് നല്ലതാണോ? നമ്മൾ സാധാരണ പുളി, ഉപ്പ്, പഞ്ചസാര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ദിവസം പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം നമ്മൾ അത് പ്രത്യേകിച്ചും വെക്കരുത്. ഇതിപ്പോൾ ദോശയ്ക്കോ ഇഡലിക്കോ അല്ലെങ്കിൽ അപ്പത്തിനോ ഉള്ള മാവാണെങ്കിൽ നമ്മൾ ഇതേപോലെയൊക്കെ ഒരു പ്ലാസ്റ്റിക് നമുക്ക് അതാത് ദിവസം വേണ്ടത് നമ്മൾ ഇതുപോലെ 2-3 പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ആവശ്യത്തിനുള്ളത് എടുക്കാം. പുളിച്ച് കയറത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേയിൽ നമ്മൾ എങ്ങനെ ടേസ്റ്റോടു കൂടി കഴിച്ചോ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച വേണമെങ്കിലും മാവ് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഓഫീസിൽ പോകേണ്ട വരും. അതുപോലെ പെട്ടെന്ന് രാവിലെ നമുക്ക് ഡെയിലി അരച്ചൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊക്കെ അപ്പത്തിൻ്റെ മാവ് പുളിച്ച്, പ്രത്യേകിച്ച് നമ്മൾ ഈ അപ്പം ആയതുകൊണ്ട് നമ്മൾ തേങ്ങാവെള്ളമൊക്കെ പഞ്ചസാരയൊക്കെ ചേർത്തത് കാരണം പെട്ടെന്ന് ഇത് പുളിച്ച് കയറും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുളിച്ച് കയറത്തില്ല. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.